അച്ഛാ ഇപ്പോ ഞാൻ കാണുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ ഫോണിൽ കുറേ പേരെ ഫോട്ടോസ് കാണാറുണ്ട്. പിന്നെ ഹീൽ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഫോട്ടോ വെച്ചും വീഡിയോ കോൾ വഴിയൊക്കെയാണ് ഓരോ ആളുകൾക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ അച്ഛൻ ഹീൽ ചെയ്യണത് കണ്ടേക്കണത്. അതെങ്ങനെയാ പറ്റുന്നേ? ഫോട്ടോസും പിന്നെ വീഡിയോ കോളോടും ഓൺലൈനായിട്ടൊക്കെ എങ്ങനെയാ ഹീൽ ചെയ്യാൻ പറ്റുക? അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടേക്കുന്നത് നേരിട്ട് എന്നുള്ള ഹീലിംഗ് അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മഹാകാളി ഹീലിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഹീലിംഗ് ചെയ്യുന്നത് നമ്മളല്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മളുടെ ദേവതയായിട്ടുള്ള മഹാകാളി ഹീലിംഗ് എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ നമ്മൾ മഹാകാളിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ദേവതനെ പ്രാർത്ഥിക്കുകയാണ്. ആ ദേവതനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ ദേവതയാണ് വന്നിട്ട് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ആ ദേവതയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അയാൾക്ക് അവർ പരിശോധിക്കുന്നു ഇയാളുടെ കർമാസ് വലിയൊരു കർമ്മ അയാളുടെ പുറത്തുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല, ഹീലിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അയാളുടെ ഒരു യോഗമായിരിക്കും, അയാളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടിയേക്കണ ഒരു സാധനമാണ്. കർമ്മയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്നല്ല ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അത്ര കേസുകളിൽ മാത്രം, അത് അപൂർവമായിട്ട് 100 റൺ ചെയ്യുമ്പോൾ 2 3 ഇങ്ങനത്തെ കേസ് വരാറുണ്ട്. അതും ഞാൻ പറയാം, ചിലപ്പോൾ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള 97 കേസിലും നമുക്ക് സാധ്യമാകുന്നുണ്ട്. കാരണം ഇത് സാക്ഷാൽ ദേവി തന്നെ വന്നിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാക്ഷാൽ മുരുകൻ ഭഗവാനാണ് ഇത് വന്ന് ചെയ്തു തന്നത്. അപ്പോൾ അത് അവരുടെ ഹെൽപ്പോടുകൂടിയിട്ട്, കാരണം ഞാനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എൻ്റെ അടുത്ത്, ഇത് ഞാനിത് തുടങ്ങാൻ കാരണം തന്നെ നമ്മുടെ മഹാകാളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോടത് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് സ്വപ്നത്തിൽ വന്നിട്ട്. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ ടെക്നിക്സുകൾ എന്നെ കാണിച്ചു തരുന്നുണ്ട്, എന്നെ പോലെ ചെയ്താൽ മതി. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഞാൻ ഹീലിംഗ് ചെയ്യല്ല ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നതാണ്. ഞാൻ ഒരാളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുകയാണ് സംഭവം. അത് ഏറെ പ്രാർത്ഥിക്കണം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സ്വഭാവം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഈ അവരിലുള്ള ആ എനർജി, അതായത് ആ എനർജി എൻ്റെ ബോഡിയിലേക്കാണ് വരുന്നത്. ആദ്യം ഇവിടെ നിന്നാണ് റിലീസ് ചെയ്തിട്ട് ഇത് പോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഇത് ചെയ്യണ സമയത്ത് എനിക്ക് ഭയങ്കരമായ കോട്ടുവായ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് കുറഞ്ഞ് ലാസ്റ്റ് ഒരു 1 അവറിനുള്ളിൽ അവരേതാണ്ട് നോർമൽ അവസ്ഥയിലേക്ക് എത്തുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടേക്കുന്നത്. അപ്പോൾ അതൊരു, എനിക്ക് പോലും ചിലപ്പോൾ സമയങ്ങളിൽ അത്ഭുതം തോന്നാറുണ്ട്, ഇത്രയധികം മാറ്റങ്ങൾ ഇയാൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട്. അതാണ് മഹാകാളി ഹീലിംഗ് സംഭവിക്കുന്നത്. നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഫോട്ടോയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരാളിൽ ഈ സോൾ അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നുള്ളത്. അതെങ്ങനെയാണെന്നറിയോ? അതാണ്. അതായത് ആളുടെ ഫോട്ടോ അയച്ചിടാറുണ്ട്. ഈ ഫോട്ടോ അയച്ചു തരുമ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റും, ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും, ആർക്ക് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. വളരെ സിമ്പിളാണത്. നമ്മൾ ഒരാളുടെ ഫോട്ടോ, നെഗറ്റീവ് എനർജി ഉള്ള ഒരാളുടെ ഫോട്ടോ, അല്ലെങ്കിൽ സോൾ ഇരിക്കുന്ന ആളുടെ ഫോട്ടോ, അപ്പോൾ നെഗറ്റീവ് ബാധയുള്ള ആൾക്കാരുടെ ഫോട്ടോയിൽ കാര്യം പെട്ടെന്ന് അറിയാൻ പറ്റില്ല. സോൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ണുകൾ ഒരു ഫോട്ടോ എടുക്കുക, നമ്മൾ നേരിട്ട് നോക്കി ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോ ഇങ്ങനെ നോക്കുക, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കണ്ണിൻ്റെയും ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ അകത്ത് ഈ സോളിനെ കാണാൻ പറ്റും. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകാശം ആ കണ്ണുകളിലുണ്ടാവും. സാധാരണ പ്രകാശമല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകാശം. ചിലപ്പോൾ 2 കണ്ണ് 2 രീതിയിലാക്കി ഇരിക്കുക. ഒരു കണ്ണ് ചിലപ്പോൾ ഒരിത്തിരി ഇങ്ങനെ ഒന്ന് മാറിയിട്ട് വേറെ പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ഫോട്ടോസ് കുറേ, ഞാൻ പിന്നെ ഫോട്ടോസ് എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫോട്ടോസൊന്നും ഒരാൾ കാണിക്കാറില്ല. കാരണം ഇത് എല്ലാവരുടെയും പ്രൈവസി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത്, രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. കാരണം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരെയും ഫോട്ടോ കാണിച്ചു കൊടുക്കാറില്ല. പറയാറുണ്ടെന്നല്ലാണ്ട് ഫോട്ടോസ് ആരെയും ഷെയർ ചെയ്യാറില്ല. കുറേ ഫോട്ടോസ് ഞാൻ കളയാറുണ്ട്. ഇപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇപ്പോൾ അത് കിടപ്പുണ്ട്. കാരണം ഇതെല്ലാം നെഗറ്റീവ് എനർജിയുള്ള ഫോട്ടോസാണ് എൻ്റെ മൊബൈലിൽ കിടക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ അത് എനർജൈസ് ചെയ്യണ മൊബൈൽ, അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നതിന് മുമ്പത്തെ ഫോട്ടോ, നമ്മളുടെ ഈ മഹാകാളി ഹീലിംഗ് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള ഫോട്ടോ, ഈ 2 ഫോട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും അയാളുടെ ഹീലിംഗ് നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് തന്നെ അതായത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് തന്നെ ഞാൻ പറയും, നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചോ, കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് വെച്ചോ, എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളാൻ പറയും. അപ്പോൾ അവർ മിക്കവാറും ഒരു 75% ആൾക്കാർക്ക് മനസ്സിലാവാറുണ്ട്. 25% ചിലപ്പോൾ അവർക്ക് അത്രയും അങ്ങോട്ട് കിട്ടാറില്ല. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും സംഭവിക്കാറുണ്ട്. ശരിയാണ് സാറേ, വ്യത്യാസമുണ്ട് സാറേ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് വളരെ വിജയകരമായ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് സോൾ റിലീസ്. മൊബൈലിലൂടെ വീഡിയോ കോളിലൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ചില ആൾക്കാർക്ക് വീഡിയോ കോളിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോട്ടോ, അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോ വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അത് ചെയ്യുന്നതിന് മുമ്പ് പറയും തുടങ്ങിയാണ്, കഴിയുമ്പോഴും പറയും കഴിയുമെന്ന് പറയും. എന്നിട്ട് അവരുടെ മാറ്റങ്ങൾ അവർക്ക് വിലയിരുത്താൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും.
നേരിട്ട് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബലം കിട്ടുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ചെയ്യാൻ പറ്റുമോ? നേരിട്ട് കണ്ട് ചെയ്യണ പരിപാടി വളരെ അപൂർവമായിട്ട് റെയറായിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം നേരിട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അങ്ങനെ എനർജിയുള്ള ഒരാൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഓറ തമ്മിൽ, എൻ്റെ ഓറയും അയാളുടെ ഓറയും തമ്മിൽ കണക്റ്റഡ് ആവുകയാണ്. അപ്പോൾ എൻ്റെ ഓറയിൽ എനിക്ക് ഭയങ്കരമായ ഒരു എനർജി കയറി, നെഗറ്റീവ് എനർജി കയറി വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള വലിയൊരു ആളൊന്നുമല്ല, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്നെയാണ്. സാധാരണ മനുഷ്യൻ്റെ ബോഡിയിൽ എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ ബോഡിയിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരും. എനിക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ചെറിയ ചക്രാസിൽ ചില ബുദ്ധിമുട്ടുകൾ വരുന്നു നേരിട്ട് വന്നിരിക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് തൊട്ടടുത്തിരുന്ന് കുറച്ച് ഇങ്ങനെ ഇരുന്നൊക്കെ ചെയ്യാൻ പറ്റുക, അല്ല അവരോട് അകലത്തിരുന്നല്ല. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ നേരിട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ട് വല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാനിത് ഓൺലൈൻ പരിപാടി ആക്കിയത്. പക്ഷേ ഓൺലൈനിലാകുമ്പോൾ ഞാൻ വളരെ റിലാക്സേഷനാണ്, എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും അപൂർവ ചില ആൾക്കാർക്ക് മാത്രം നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പം ഞാൻ ഒട്ടും അലോ ചെയ്യാറില്ല ആൾക്കാർ വരാനായിട്ട്. പക്ഷേ ഗ്യാരണ്ടി ആയിട്ട് നമുക്കിത് ആൾക്കാർക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ മഹാകാളിക്കലി.